നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10 വ്യാഴാഴ്ചയാണ്. ഇന്ന് ശ്രീ മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് NSEയും BSEയും ക്ലോസ്ഡ് ആയിരിക്കും. ഇന്ന് നമ്മുടെ ഇന്ത്യൻ വിപണി ഓപ്പൺ ആയിരുന്നെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 900 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാമായിരുന്നു. നാളെയും നമുക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ഓപ്പണിംഗ് ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇത്തരത്തിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ശക്തമായി ഉയരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ തന്നെയാണ്. 2008 ശേഷമുള്ള മികച്ച നേട്ടമാണ് S&P 500 നേടിയത്. 9.5%, നാസ്ഡാക്ക് 12% നേട്ടമുണ്ടാക്കി. ഡൗ ജോൺസ് 7.8% ഉയർന്നു. ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും പരസ്പര താരിഫുകൾ 90 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് US മാർക്കറ്റുകൾ നമ്മൾ മുൻപ് കണ്ടിട്ടില്ലാത്ത വേഗത്തിൽ, അത്രയധികം വേഗത്തിൽ ഉയർന്നു പോയത്. ഇപ്പോൾ ഉയർന്ന താരിഫുകളാണ് US താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത്. എന്നാൽ വൈറ്റ് ഹൗസ് ഇപ്പോഴും US വരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങൾക്കും 10% നികുതി നിലനിർത്തിയിട്ടുണ്ട്. താരിഫ് പോസിന് ശേഷം 2025 സമ്പദ് വ്യവസ്ഥ വളരുമെന്ന് കരുതുന്നതായി ഗോൾഡ്മാൻ സാച്ചസ് പറഞ്ഞത് ഇതിൻ്റെ കൂടെ അഡീഷണലായി ഒരു നേട്ടമായി US മാർക്കറ്റുകൾക്ക് വന്നു. ചൈനയ്ക്കെതിരെ 125% താരിഫാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ചൈന US-നെതിരെ 84% തീരുവ ഉയർത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് ഈ നടപടി. ഇന്നലെ US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും വളരെ ശക്തമായി തന്നെ ഉയർന്നു. ഇൻഫോസിസ് 7.5%, വിപ്രോ 3.78%, ICICI ബാങ്ക് 3.5%, HDFC ബാങ്ക് 2.8%, ഡോക്ടർ റെഡ്ഡി 4.75% ഉയർന്നു. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. 3% മുകളിൽ ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫ്യൂച്ചേഴ്സ് നല്ല ശക്തമായിട്ടുള്ള നിലയിൽ തന്നെയാണ്. 5 മുതൽ 7% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിനിലും വളരെ വലിയ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് കണ്ടു. ബിറ്റ്കോയിൻ 7% ഉയർന്ന് $82,000 മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു. സ്പോട്ട് ഗോൾഡ് 2.5% ഇന്നലെ ഉയർന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 66,320 രൂപയാണ്. താരിഫ് കുറച്ചതിന് ശേഷം ബ്രൻറ്റും WTIയും 2.5% ഉയർന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ വിപണി ജപ്പാൻ മാർക്കറ്റ് നിക്കി 8% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 5% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,390 എന്ന നിലയിലാണ്. അതായത് ഏകദേശം 900 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ നിലയിൽ നിഫ്റ്റിയിൽ നമുക്ക് സാധ്യത കാണുന്നത്. ഇനി മാർക്കറ്റ് ഇത്തരത്തിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായി തന്നെ നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് തിരിച്ചു പിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ജോയിൻ ചെയ്യുന്നതിനായി മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ആദ്യ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. NISM റിസർച്ച് ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ജയകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റുകളുടെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, കൂടാതെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, നമ്മൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, പിന്നെ അതിൻ്റെ മറ്റ് കോള്, പുട്ട്, ഡെൽറ്റ, ഗാമ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. കൂടാതെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ലൈവ് ട്രേഡിംഗ് സെഷനുകളിലൂടെയും വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു മാസത്തേക്കാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. 3000 രൂപയാണ് ഫീസ്. ഇനി സ്ഥലം തിരുവനന്തപുരമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.